അതിദാരുണമായ ഒരു അപകട വിവരം ഇന്നലെ കേട്ടത്. പീച്ചി ഡാമിൻ്റെ റിസർവോയറിൽ 4 പെൺകുട്ടികൾ വീണു. അതിൽ ഒരു കുട്ടി മരണമടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഉള്ള ഒരാളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, കുട്ടികൾ അപകടത്തിൽപ്പെടുകയും ഒരു കുട്ടി മരിക്കുകയും ചെയ്തു. ഇപ്പോഴുള്ള കുട്ടികളുടെ നില എങ്ങനെയാണ്? ഞാൻ തൃശ്ശൂർ ഫയർ സ്റ്റേഷൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉദ്ദേശം 3:30 ഒരു ഫയർ കാൾ വന്നു അവിടേക്ക്, തൃശ്ശൂർ സ്റ്റേഷനിലേക്ക്. എന്താ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിങ്ങനെ ഡാമിൽ 4 കുട്ടികൾ അകപ്പെട്ടു, അവരെ എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തന്നെ ഉടൻ തന്നെ അടുത്ത കാൾ വന്നു, കുട്ടികളെ എടുത്തു, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞ്. എന്നാലും ഞങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിയേണ്ടതിനായിട്ട് ഉടനെ ചോദിച്ചു, എവിടെ നിന്നാണ് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ പട്ടിക്കാടിനടുത്ത് മെട്രോ നഗർ എന്ന സ്ഥലത്ത് ഉള്ള കുട്ടികളാണ് 3 പേരും, ഒന്ന് പീച്ചിയുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ആ ദേശക്കാരനായതിൻ്റെ പേരിൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ ഒരു വണ്ടിയിൽ ഹോസ്പിറ്റലെത്തിയപ്പോൾ അപ്പോൾ തന്നെയാണ് ഇവർ 4 പേരെയും ഹോസ്പിറ്റലെത്തിച്ചത്. അപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പീച്ചിയിലുള്ള കുട്ടിക്ക് ചെറുതായ പൾസും ചെറുതായിട്ട് സംസാരിക്കാനും സാധിക്കുന്നുണ്ട്. ബാക്കി 3 പേരുടെയും നില അതീവ ഗുരുതരമായിരുന്നു. പൾസില്ല, ബ്രീത്തിങ് ഇല്ല, ഒരു വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് ഡോക്ടർമാരുടെ 6-7 ഡോക്ടർമാർ ഒരുമിച്ച് ആണ് ഓരോരുത്തരെയും ട്രീറ്റ്മെൻറ്റിന് കയറിയത്. അവർ ബ്രീത്തിങ് കൊടുത്ത് CPR നൽകിയാണ് ചെറിയൊരു പൾസിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ എന്തായാലും രാവിലെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങിയിരുന്നു, കുറച്ച് ഭേദമുണ്ട് എന്ന് മന്ത്രി പറയുകയുണ്ടായി. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് ഡോക്ടർമാർ പറയുന്നത്? ഇപ്പോൾ ചെളി ലെൻസിലും ഹാർട്ടിലുമൊക്കെ കയറിയതുകൊണ്ട്, വൻകുടലിലൊക്കെ കയറിയതുകൊണ്ട് അതിൻ്റെ അണുബാധ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഡോക്ടർ പറഞ്ഞായിട്ട് അറിഞ്ഞത് ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെ തുടരുകയാണ്. എന്തായാലും അതീവ ദാരുണമായ ഒരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വന്നിരിക്കുന്നത്. 5 അംഗ മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള വളരെ മികച്ച രീതിയിലുള്ള ശുശ്രൂഷയാണ് ഇവിടെ കുട്ടികൾക്ക് നൽകുന്നത്. എന്നാലും യാതൊരു വിധത്തിലുള്ള പുരോഗതി ഉള്ളതായി പറയുന്നില്ല. ഒരു കുട്ടി മരണമടയുകയുണ്ടായി. പീച്ചി റിസർവേയിൽ ഇന്നലെ 3:30 ഈ സംഭവം ഉണ്ടായത്. എന്തായാലും പീച്ചിയിലേക്കും മറ്റുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പോകുന്ന കുട്ടികളാണെങ്കിലും വിനോദസഞ്ചാരികളാണെങ്കിലും അതീവ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയം തന്നെയാണ്. അതാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. ജൂബിലി ഹോസ്പിറ്റലിൽ നിന്നും ക്യാമറമാൻ മാനുവലിനൊപ്പം റോജി ഇലവനാങ്കുഴി, ഷെക്കേന ന്യൂസ്, തൃശ്ശൂർ.